നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 13, 2025 തിങ്കൾ. അങ്ങനെ വലിയ 2 ദിവസത്തെ ടെൻഷൻസിന് ശേഷം, മാത്രമല്ല നമ്മളിൽ പലരും ഇന്ന് വലിയ ടെൻഷൻസോട് കൂടിയിട്ടായിരുന്നു മാർക്കറ്റിലേക്ക് എൻ്റർ ആവുകയുണ്ടായത്. എങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ചൈനയ്ക്കെതിരെയുള്ള 100% അഡീഷണൽ താരിഫ് നടപടികൾ പിൻവലിച്ചേക്കാമെന്നുള്ള സൂചനകൾ നൽകിയതിനെ തുടർന്ന് ഇന്ന് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടാണെങ്കിലും വലിയ പരിക്കുകളൊന്നും പറ്റാതെ നമ്മുടെ മാർക്കറ്റിന് വ്യാപാരവും ഇന്ന് അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. പ്രധാനമായും 5 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വലിയ ഒരു ഇടിവിൽ നിന്നും കരകയറ്റുകയുണ്ടായത്. മാത്രമല്ല 5 മാസങ്ങൾക്ക് ശേഷം, അതായത് മെയ് 8 ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ വിക്സ് ഇന്ന് വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്തുകയുണ്ടായി. ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. മാർക്കറ്റ് സമയത്ത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് നമ്മൾ പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ചെറിയ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. മാത്രമല്ല മാർക്കറ്റ് ഓപ്പണായി 20 മിനിറ്റുകൾ കൊണ്ട് ഏകദേശം 9:35 കൂടി നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ ഡേ ലോയായ 25,152 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുവാനും സാധിക്കുകയുണ്ടായി. തുടർന്ന് ഇന്ന് ഒട്ടുമിക്ക സമയത്തും നിഫ്റ്റി 25,170, 25,200 എന്നീ റേഞ്ചുകൾക്കിടയിൽ നിന്നുകൊണ്ട് കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു കാണുവാൻ സാധിച്ചിരുന്നതെങ്കിലും ഉച്ചതിരിഞ്ഞ് 2:25 കൂടി നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ ഡേ ഹൈ ആയ 25,267 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിട്ടതിനെ തുടർന്ന് 58 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,227 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല നിഫ്റ്റി തുടർച്ചയായി ഇത് 6ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി 25,000 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ചു. അതേസമയം സെൻസെക്സിന് ഇന്ന് 173 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ നിഫ്റ്റി ബാങ്കിന് 15 പോയിന്റുകളുടെ നേട്ടവും ഫിൻ നിഫ്റ്റിക്ക് 43 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. എന്നാൽ അതേസമയം ഇന്ന് മാർക്കറ്റിന് റിക്കവറി നടത്തുവാൻ സാധിച്ചെങ്കിലും NSEയിലാകെ 913 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ടായുള്ളൂ. അതേസമയം 1899 കമ്പനികൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, FMCG, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ്, വിപ്രോ, നെസ്ലെ ഇന്ത്യ, HUL തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ഭാരതി എയർടെൽ, ബജാജ് ഓട്ടോ, അദാനി പോർട്സ്, ശ്രീറാം ഫൈനാൻസ്, ബജാജ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നേട്ടവും കൈവരിക്കുവാനായി. ബോർഡർ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ BSE മിഡ് ക്യാപ്പിന് ഇന്ന് 0.2% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ BSE സ്മോൾ ക്യാപ്പിന് 0.4% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്നും അമേരിക്കൻ ഡോളറിനെതിരെ തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് 2 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 88.67 എന്ന ലെവലിൽ ഫ്ലാറ്റായിട്ട് വ്യാപാരവും അവസാനിപ്പിക്കുകയുണ്ടായി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്ന് രാവിലെ വരെയെങ്കിലും ചെറിയ നഷ്ടത്തോടു കൂടിയിട്ടാണെങ്കിലും റിക്കവറി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ കരകയറ്റുവാൻ സഹായിച്ച പ്രധാന 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച 100% അഡീഷണൽ താരിഫ് പിൻവലിപ്പിച്ചേക്കാമെന്നുള്ള സൂചനകൾ നൽകുകയുണ്ടായി. ഈ ഒരു കാരണം തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ റിക്കവറി രേഖപ്പെടുത്തിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനായിട്ട് സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമതായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായിട്ട് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വരുന്ന ബൈയിങ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ സഹായിച്ച മറ്റൊരു ഘടകം. വെള്ളിയാഴ്ചയും നമ്മൾ കണ്ടു അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ട്രേഡിംഗ് സെക്ഷനിലും അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബയേഴ്സ് ആയിട്ട് മാറിയത് നമ്മുടെ മാർക്കറ്റിനും ഗുണകരമാവുകയുണ്ടായി. ഇന്ന് മാർക്കറ്റിൽ നേരിയ ഇടിവ് വന്നപ്പോൾ തന്നെ അതൊരു വാല്യൂ ബൈയിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് പല നിക്ഷേപകരും കണക്കാക്കിക്കൊണ്ട് റിയാലിറ്റി, ബാങ്കിംഗ്, ഫിനാൻഷ്യൽ തുടങ്ങിയ മേഖലകളിലുള്ള
ക്വാളിറ്റി സ്റ്റോക്സിൽ വാല്യൂ ബൈയിങ് ദൃശ്യമായിരുന്നു. സോ ഇന്ന് മൂന്നാമതായി വാല്യൂ ബൈയിങ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ കരകയറുവാനായിട്ട് സഹായിക്കുകയുണ്ടായത്. മാത്രമല്ല വാല്യൂ ബൈയിങ്ങിനെ തുടർന്ന് നമുക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി നിഫ്റ്റി മിഡ് ക്യാപ് 100 ഇൻഡെക്സിന് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷന്റെ ആദ്യഘട്ടങ്ങളിൽ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നെങ്കിലും പിന്നീട് പോസിറ്റീവായിട്ട് മാറുവാനും സാധിക്കുകയുണ്ടായി. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്രൂസൽസിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ നെഗോസിയേഷനുമായി ബന്ധപ്പെട്ട 14ാം ഘട്ടം ചർച്ചകൾ പൂർത്തിയാക്കുകയുണ്ടായി. സോ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ റിക്കവർ സഹായിച്ച 4ാമത്തെ പ്രധാനപ്പെട്ട ഘടകം. അവസാനമായും 5ാമതായിട്ടും US പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്ത പുതിയ സമാധാന നടപടികൾ വഴി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് അയവ് വന്നതാണ് 5ാമതായി ഇന്ന് മാർക്കറ്റിനെ സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 413 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് മൂന്നും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം ആരംഭിച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ താരതമ്യേന ഇന്ന് ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, ചൈനീസ് മാർക്കറ്റുകളാണ് നേരിയ നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായത്. അതേസമയം ജപ്പാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, തായ്വാൻ മാർക്കറ്റുകൾക്ക് 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1.5% ഉയർച്ച രേഖപ്പെടുത്തുമ്പോൾ സ്വർണം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്കും എത്തിച്ചേർന്നുകൊണ്ട് ഉയർന്ന നിലയിൽ തന്നെയായിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ആദ്യം പറഞ്ഞ പോലെ തന്നെ 5 മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ വിക്സിൽ സിംഗിൾ ഡേയിൽ ഇത്രയും സ്പൈക്ക് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിൽ 10% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടെങ്കിലും തുടർന്ന് മാർക്കറ്റ് സ്റ്റേബിൾ ആയതിനെ തുടർന്ന് ഇന്ത്യ വിക്സും കൂൾ ഓഫ് ആകുകയുണ്ടായി. എങ്കിലും 8.91% വർധനവോടുകൂടി 11 എന്ന ലെവലിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. BLS ഇന്റർനാഷണൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നും വിദേശത്ത് വരാൻ പോകുന്ന ഇന്ത്യൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഭാവിയിൽ വരാൻ പോകുന്ന മിനിസ്ട്രിയുടെ ടെൻഡേഴ്സിൽ നിന്നും 2 വർഷത്തേക്ക് കമ്പനിയെ ബാൻ ചെയ്യുകയുണ്ടായി. തൽഫലമായി ഇന്ന് സ്റ്റോക്കിൽ 18% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. മാത്രമല്ല 52 വീക്ക് ലോയും ഇന്ന് സ്റ്റോക്ക് ടച്ച് ചെയ്തു. വോഡഫോൺ ഐഡിയ സുപ്രീം കോടതിയിൽ ഇന്ന് നടക്കാനിരുന്ന AGR കേസുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഒക്ടോബർ 27 വീണ്ടും മാറ്റിയതായിട്ടുള്ള വാർത്തകൾ. L&T മിഡിൽ ഈസ്റ്റിൽ നിന്നും ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓർഡേഴ്സുമായി ബന്ധപ്പെട്ട് 2500 കോടി രൂപ മുതൽ 5000 കോടി രൂപ മൂല്യം വരുന്ന പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ടാറ്റ ക്യാപിറ്റൽ ഏവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സ്റ്റോക്ക് ആകെ 1% നേട്ടത്തോടു കൂടിയാണ് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത് BSEയിലും NSEയിലും. സെർവോടെക് പവർ ഇന്ത്യൻ റെയിൽവേസിന്റെ ഭാഗത്ത് നിന്നും 2.58 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്ട് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ Q2 റിസൾട്ട് വെള്ളിയാഴ്ച ഒക്ടോബർ 24, 2025 പ്രഖ്യാപിക്കും. ക്യാംസ് 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റിനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് അനുമതി നൽകുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.